അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് NDAക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. NDA മാത്രമാണ് കേരളത്തിൻ്റെയും നിലമ്പൂരിൻ്റെയും വികസനം വോട്ടർമാരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്. BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിലാകമാനം അവതരിപ്പിക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. വികസിത കേരളം, വികസിത നിലമ്പൂർ, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്യമായിട്ട് ഈ പ്രചരണത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ വികസനത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള വർഗീയതയുടെ, മതത്തിൻ്റെ മതരാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും LDF UDFും പ്രചരിപ്പിച്ചത്. കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ LDF UDFും ബോധപൂർവം പരിശ്രമിച്ചിരുന്നു. കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിചാരണ ചെയ്യപ്പെടും. കാരണം 60 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ മൊത്തത്തിൽ, അല്ലെങ്കിൽ അതേപോലെ പ്രത്യേകിച്ച് നിലമ്പൂരിൽ വികസന രംഗത്ത് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബൈപ്പാസിൻ്റെ പ്രശ്നമായാലും, കോഴിക്കോട് നിലമ്പൂർ പാതയുടെ കാര്യമായാലും, നഞ്ചങ്കോട് റെയിൽപാതയുടെ കാര്യമായാലും, ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ കാര്യമായാലും, നിലമ്പൂരിനെയും ഏറനാടിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പ്രശ്നമായാലും, ഇതുപോലുള്ള ഒരു വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും LDFും UDFും ഒക്കെ പരിശ്രമിച്ചിരുന്നു. അവർ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ, വികസനത്തെ വിസ്മരിച്ചുകൊണ്ട് തീവ്രവാദ സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കി മതരാഷ്ട്രവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ കരുതുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകും. മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പരമ്പരാഗതമായി വോട്ട് ചെയ്തവർ നിലമ്പൂരിൽ NDAക്ക് അനുകൂലമായി, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 60 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും നിലമ്പൂരിൽ സാധിക്കാത്തത് NDA സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിന് ഒരവസരം ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ശ്രീ മോഹൻ ജോർജ് ജയിച്ചു കഴിഞ്ഞാൽ അതിലെ പണി ആരംഭിക്കും, അത് യാഥാർത്ഥ്യമാകും. അതേപോലെ സ്കൂൾ കെട്ടിടം, അത് യാഥാർത്ഥ്യമാകും. കോഴിക്കോട് നിന്നും നിലമ്പൂരിലേക്കുള്ള 4 വരി പാത, അതും ഞങ്ങൾക്ക് മോഹൻ ജോർജിന് അവസരം ലഭിച്ചാൽ യാഥാർത്ഥ്യമാക്കും. മാത്രമല്ല, ജില്ലാ ആശുപത്രി ക്യാൻസർ ആശുപത്രിയായി മാറ്റും എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപനം 100% ഞങ്ങൾ നടപ്പാക്കും. നിലമ്പൂരിലെ ജനങ്ങൾക്ക് 60 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വാഗ്ദാനത്തിൻ്റെ ലംഘനമാണ് നടത്തിയതെങ്കിൽ ഞങ്ങളിത് പ്രാവർത്തികമാക്കും. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്ദേശമായിരിക്കും. അതുകൊണ്ട് ഈ BJPയുടെ ഈ സന്ദേശം, അല്ലെങ്കിൽ ഈ ഉറപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിക്കും. അവർ മോഹൻ ജോർജിന് അനുകൂലമായി സമ്മതിദാനാവകാശം വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രത്യേകിച്ചും ഇത്തവണ LDFിൻ്റെയും UDFിൻ്റെയും വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ച ഉണ്ടാവും. ഏതായാലും ഞങ്ങൾ പറയുന്നു, LDFും UDFും CPMും കോൺഗ്രസും
ഇപ്പം തന്നെ ഒരു വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനെ ഇപ്പോൾ തന്നെ നിയോഗിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ കുടിയേറ്റ മേഖല, നിലമ്പൂരിലെ കുടിയേറ്റ മേഖല, ആ കുടിയേറ്റ മേഖലയിൽ ഞങ്ങൾ വലിയ സ്വീകാര്യതയാണ് ഇപ്രാവശ്യം NDAക്ക് ലഭിച്ചത്. ഇതുവരെ BJPക്കോ NDAക്കോ പ്രവേശിക്കാൻ സാധിക്കാത്ത കുടിയേറ്റ മേഖലയുണ്ടല്ലോ, ആ കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ NDA സ്ഥാനാർത്ഥിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത്. ഞാനിതൊരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുടിയേറ്റ മേഖല NDFൻ്റെ വോട്ട് ബാങ്ക് ആ മേഖലയിലുണ്ട്, LDFൻ്റെ വോട്ട് ബാങ്കും ആ മേഖലയിലുണ്ട്. പക്ഷേ ഇത്തവണ അത് കുടിയേറ്റ മേഖല ഒന്നടങ്കം NDAക്ക് അനുകൂലമായി വിധി എഴുതും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മറ്റ് മേഖലകൾ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വോട്ടർമാർ, ഈ 20 കൊല്ലം പഴക്കമുള്ള ബൈപ്പാസ് അതിന് മാറില്ല, അതിന് മാറ്റം ഉണ്ടാവില്ല. അതുപോലെ ഈ കോഴിക്കോട് നിലമ്പൂർ റോഡ് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നിലമ്പൂർ നഞ്ചങ്കോട് പാത അതിന് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ മാറാത്തത് ഇനി മാറും എന്ന് ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതുവഴി കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ മാത്രമാണ് വികസനം ഉയർത്തിപ്പിടിച്ചത്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി ഈ BJPയുടെ ഈ മുദ്രാവാക്യം, ഈ ലക്ഷ്യം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഒരു റിഹേഴ്സലാണ്. വരുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പ് റിഹേഴ്സലാണ്. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രാജ്യദ്രോഹ സംഘടനയുമായി, ഭീകര സംഘടനയുമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുപിടിക്കും എന്നുള്ളതിന് തെളിവാണ് ഈ നിലമ്പൂരിലെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിൻ്റെ സഖ്യം, അതേപോലെ PDPയുമായുള്ള CPMൻ്റെ സഖ്യം. ഇനി ഏത് ലഷ്കർ-ഇ തോയ്ബയായാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതേ നിലപാട് തന്നെയായിരിക്കും, ഇതേ ദേശവിരുദ്ധ നിലപാട് തന്നെയായിരിക്കും വരുന്ന ഇലക്ഷനിൽ സ്വീകരിക്കുക എന്നുറപ്പായിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പഹൽഗാം കൂട്ടക്കൊല നടന്നിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പഹൽഗാം പാകിസ്ഥാൻ ഭീകര സംഘടനകൾ നടപ്പാക്കിയിട്ടുള്ള പഹൽഗാമിനെ അപലപിക്കാത്ത ഇന്ത്യയിലെ രണ്ട് സംഘടനകൾ, ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, PDPയാണ്. പഹൽഗാമിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതിന് അനുകൂലിക്കാത്ത സംഘടനയും ജമാഅത്ത് ഇസ്ലാമിയാണ്, PDPയാണ്. കാരണം സ്വാഭാവികമാണ്, ഈ രണ്ട് തീവ്രവാദ സംഘടനകളുടെ വിധേയത്വം പാകിസ്ഥാനോടാണ്. അപ്പോൾ പാകിസ്ഥാൻ വിധേയത്വമുള്ള തീവ്രവാദ സംഘടനകളുമായി ഒരു കേവലം 6-7 മാസത്തേക്കുള്ള MLA ലഭിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നു, CPM സഖ്യമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഏതറ്റം വരെ പോകാനും ഏത് രാജ്യദ്രോഹ നിലപാട് സ്വീകരിക്കാനും കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും മടിയില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഇതാണ് അവർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്. സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഹിന്ദു സമൂഹത്തിന് ഇപ്പം മതം നോക്കി നിരപരാധികളെ നിഷ്കരണം കൊലപ്പെടുത്തിയ പഹൽഗാം നാളെ നിലമ്പൂരിലും കേരളത്തിലും ആവർത്തിക്കില്ലെന്നത് പറയാൻ സാധിക്കുക? പഹൽഗാമിന് പിന്നിലെ തീവ്രവാദ സംഘടനകൾ ഇന്നത്തെ മുഖ്യ ഭരണകക്ഷിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് കോൺഗ്രസിനോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ഉള്ളത്. അപ്പോൾ തീവ്രവാദ സംഘടനകൾ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്നു, പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്നു. ഇത് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാളെ മതം നോക്കി കൊലപാതകം നടത്തുന്ന തീവ്രവാദ സംഘടനകളുടെ ഇത്തരം നികൃഷ്ടമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നാളെ നിലമ്പൂരിലും കേരളത്തിലും ആവർത്തിക്കുമെന്ന ആശങ്ക ഹിന്ദു സമൂഹത്തിനുണ്ട്, ക്രൈസ്തവ സമൂഹത്തിനുണ്ട്, ഇതുപോലെ
സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഈ ദേശവിരുദ്ധ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ച പാക് ഭീകരവാദ സംഘടനകളുമായിട്ട് പരസ്യമായി കൂട്ടുകൂടിയ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതും BJP NDA സഖ്യത്തിന് അനുകൂലമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, മാറാത്തത് ഇനി മാറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്ന സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യവുമായിട്ട് ജനവിധി തേടുന്ന BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. സ്വാഭാവികമായിട്ട് സംസ്ഥാന ഭരണപക്ഷത്തിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തെക്കുറിച്ച് വിലയിരുത്തും. ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. രണ്ട് ആശയങ്ങൾ തമ്മിൽ പ്രതിനിധീകരിക്കുന്ന രണ്ട് പക്ഷങ്ങൾ, രണ്ട് ചേരികൾ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം BJP NDA നേതൃത്വം നൽകുന്ന ഒരു ചേരി, അത് വികസനത്തിൻ്റെ ചേരിയാണ്, അത് ദേശസ്നേഹത്തിൻ്റെ ദേശാഭിമാനത്തിൻ്റെ ചേരിയാണ്. ബാക്കി LDF UDF എന്നുള്ളത് വികസന വിരുദ്ധതയുടെ ചേരിയാണ്, ദേശവിരുദ്ധതയുടെ ചേരിയാണ്. അപ്പോൾ വികസനവും വികസന വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടം, ദേശീയതയും ദേശീയ വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടം, ഇതാണ് നിലമ്പൂരിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതേ ധ്രുവീകരണമായിരിക്കും ഇനി വരാനിരിക്കുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് ആരംഭം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലുള്ളത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്ന് ഞങ്ങൾ കലാശക്കൊട്ട് അത് സ്വാഭാവികമായിട്ടുമുള്ളതുപോലെ വളരെ ശക്തമായിട്ട് നടക്കും. ഞങ്ങളെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്ന് 10 മണിക്ക് വഴിക്കടവിൽ നിന്ന് ആരംഭിക്കും. അത് ഉച്ചയോടുകൂടിയിട്ട് നഗരത്തിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലെയും പര്യടനം പൂർത്തിയാക്കിയതിന് ശേഷം അത് ഒരു ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് നിലമ്പൂർ നഗരത്തിലെത്തും. നിലമ്പൂർ നഗരത്തിൽ നഗരപ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ഈ സമാപന പരിപാടിക്കായിട്ട് അധികൃതർ അനുവദിച്ചിട്ടുള്ള ആ സ്ഥലത്ത് ഞങ്ങൾ കേന്ദ്രീകരിക്കും. അവിടെ ഞങ്ങളുടെ പ്രദർശനമുണ്ടാകും. LDFനും UDFനും അവരുടെ അകത്തളങ്ങളിൽ വലിയ ആശങ്കയുണ്ട്, അവ്യക്തതയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. കാരണം രണ്ട് മുന്നണികളിലും ചോർച്ച ഉണ്ടാകാൻ വേണ്ടി പോവുക. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കും. ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമി രാജ്യദ്രോഹ സംഘടനയെ കൂട്ടുപിടിച്ചതിനെ സംബന്ധിച്ച് അടൂർ പ്രകാശിന് എന്താ പറയാനുള്ളത്? ഇതിനേക്കാൾ നല്ലത് പാകിസ്ഥാനുമായി ഞങ്ങൾ സഹകരിക്കുന്നു പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ സഹായം തേടും, ഇത് പറയുന്നതാണ് അടൂർ പ്രകാശിന് ഏറ്റവും നല്ലത്. ഇതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇത് തീവ്രവാദ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട്, രാജ്യദ്രോഹ സംഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നയനാർ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരെ സർക്കാരിന് നേട്ടമായി കാണിച്ചത് ഇന്ത്യയിൽ ആകമാനം ബോംബ് സ്ഫോടനമുണ്ടാക്കി നിരപരാധികളെ കൊലപ്പെടുത്തുന്ന PDPയുടെ നേതാവ് മദനിയെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറി എന്നതായിരുന്നു അന്നത്തെ അവകാശവാദം. ആ പീഡിപ്പിക്കപ്പെട്ടവർ എന്നുള്ള വ്യാഖ്യാനം കൊടുത്താണ് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ സഖ്യോ സഹകരണം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അടൂർ പ്രകാശും ഗോവിന്ദൻ മാഷൊക്കെ പറയേണ്ടത് ഈ രാജ്യദ്രോഹ സംഘടനകളുമായി, തീവ്രവാദ സംഘടനകളുമായി, ഭീകരവാദ സംഘടനകളുമായി കൂട്ടുകൂടിയതിൻ്റെ അടിസ്ഥാനം എന്താ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നു പറയാൻ പറ്റുമല്ലോ? പറയുന്നത് തെറ്റ്. പാകിസ്ഥാൻ്റെ കേരള പതിപ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും PDPയും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച ജനങ്ങൾ മുഴുവൻ എതിരാണ്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും
ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളും ഇവർ ഇതിനെ എതിർക്കുമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് രണ്ട് മുന്നണിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ചോർച്ചയുണ്ടാകും. ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, വികസനമാണ്. ഇത് രണ്ടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഏക മുന്നണി BJP നേതൃത്വം നൽകുന്ന NDA മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് അനുകൂലമായുള്ള ജനവിധി നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ഇതിപ്പം നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ദേശീയതയുടെ ദേശസ്നേഹത്തിൻ്റെ ഒരു പക്ഷം, മറുഭാഗത്ത് ദേശവിരുദ്ധതയുടെ പക്ഷം. ഇത് NDA ഒരു ഭാഗത്ത്, LDF UDF മറുഭാഗത്ത്. പക്ഷെ ഓരോ പാർട്ടിക്കകത്തും ഇതേ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഈ ദേശീയ വിരുദ്ധതയെ അംഗീകരിക്കുന്ന ഒരു പക്ഷം, ദേശസ്നേഹത്തെ അംഗീകരിക്കുന്ന പക്ഷം കോൺഗ്രസ്സാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് ഇത്തരം രണ്ട് പക്ഷമുണ്ട്. ശശി തരൂർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രത്തെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് രണ്ട് വിഭാഗമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിലും അകത്തുണ്ട്. സാധാരണ പ്രവർത്തകരാരും തന്നെ ഈ തീവ്രവാദ സംഘടനകളുമായുള്ള CPMൻ്റെ സഖ്യത്തെ അംഗീകരിക്കുന്നില്ല. CPMനകത്തും ദേശവിരുദ്ധതയും ദേശസ്നേഹവും തമ്മിൽ രണ്ട് ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ധ്രുവീകരണം എല്ലാം തന്നെ NDAക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. അവിടെ ശശി തരൂരിനെ, അത് ദേശസ്നേഹത്തിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ അവർ പ്രചരണ രംഗത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം തീവ്രവാദ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവരാൻ അവർക്ക് പ്രയാസം ഉണ്ടാകും കോൺഗ്രസ്സിന്. അല്ല, ഞങ്ങൾ ഇപ്പം വോട്ടിൻ്റെ കണക്ക് അതൊന്നും ഞങ്ങളിപ്പം പറയുന്നില്ല, കാരണം ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളുടെ വികാരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രവർത്തകർ 3-4 തവണ എല്ലാ വീടുകളും സമ്പർക്കം ചെയ്തിട്ടുണ്ട്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗതമായി CPMന് വോട്ട് നൽകുന്നവരെ വീടുകളിൽ പോയിട്ടുണ്ട്, വോട്ടർമാരെ കണ്ടിട്ടുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് നൽകുന്നവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, സംവദിച്ചിട്ടുണ്ട്. ഈയൊരു അടിസ്ഥാനത്തിൽ ഇവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും അവർക്ക് ഇക്കാലം അത്രയും വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇരു മുന്നണികൾക്ക് അകത്തും വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്.